ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നാം എല്ലാവരും വളരെ സന്തോഷിക്കുന്ന ഒരു സുദിനമാണല്ലോ. കാരണം മുത്തുനബിയുടെ ജന്മദിനമാണ് ഇന്ന്. മുത്തുനബി റബീഉൽ അവ്വൽ 12 മക്കയിലാണ് ജനിച്ചത്. ജനിക്കുന്നതിന് മുമ്പേ ബാപ്പ അബ്ദുള്ള വഫാത്തായി. നബിയുടെ 6-ാം വയസ്സിൽ പൊന്നുമ്മ ആമിന ബീബി വഫാത്തായി. നബി ചെറുപ്പത്തിൽ തന്നെ സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു. അതുകൊണ്ട് നബി അൽ അമീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. നമ്മുടെ നബി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തന്റെ അയൽവാസി പട്ടിണിയെടുക്കുമ്പോൾ ആഹാരം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നും സ്വന്തം കുഞ്ഞിനെ അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്നും പഠിപ്പിച്ചു തന്നു. നാം തിരുനബിയെ നന്നായി സ്നേഹിക്കണം. നബിയോട് ഇഷ്ടമുള്ളവർ നബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലും. സ്വലാത്ത് ചൊല്ലി നബിയോട് ഇഷ്ടം വെക്കാം. നബിയുടെ 63-ാം വയസ്സിൽ നബി മദീനയിലാണ് വഫാത്തായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പുന്നാര നബിയുടെ ജന്മദിനമാണല്ലോ. ഞാൻ ഒരു കഥ പറയാം. കഅബയിൽ ഒരു കല്ലുണ്ട്, ഹജറുൽ അസ്വദ്. ആ കല്ലിന് ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായി ലോകത്തെ ആദ്യമായി പണിത മന്ദിരം ഒരു വെള്ളപ്പൊക്കത്തിൽ തകർന്നു. ഖുറൈശികൾ അത് പുനർനിർമ്മിക്കുവാൻ തീരുമാനിച്ചു. എല്ലാ നാട്ടുകാരും ചേർന്ന് അത് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കണം. ആരാണ് വെക്കുക? അവർ തർക്കമായി. നമുക്ക് തർക്കം നിർത്താം. ഇനി ഇവിടെ വരുന്ന ആളുടെ തീരുമാനം കേൾക്കാം. ഒരാൾ പറഞ്ഞു. എല്ലാവർക്കും സമ്മതമായി. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ മുഹമ്മദ് നബി ആ കാര്യത്തിൽ എല്ലാവരുടെയും തൃപ്തിയോടെ തീർപ്പ് കൽപ്പിച്ചു. അതായിരുന്നു നമ്മുടെ പുന്നാര നബി. എല്ലാവർക്കും നബിദിനാശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ചെറിയ കഥ പറയാം. കഥയുടെ പേര് കാരുണ്യത്തിന്റെ പ്രവാചകർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിച്ച് ഒരു സ്ത്രീ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി. ഭക്ഷണം വായിലിട്ട ഉടനെ ഭക്ഷണം നബി തങ്ങളോട് സംസാരിച്ചു. കാര്യം മനസ്സിലായ നബി തങ്ങൾ ഈ വിവരം പറഞ്ഞപ്പോൾ ആരും ആ ഭക്ഷണം കഴിച്ചില്ല. കാരുണ്യത്തിന്റെ നബി അവർക്ക് മാപ്പ് കൊടുത്തു. എന്റെ കഥ ഇവിടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ സുന്ദര ദിനത്തിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാൻ പോകുന്നത് ഒരു നല്ല മകൻ്റെ കഥ. ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മകനെ നീ കുറച്ച് വെള്ളം കൊണ്ടുവരുമോ? വെള്ളം കൊണ്ടുവരുമ്പോഴേക്ക് ഉമ്മ ഉറങ്ങിപ്പോയി. മകൻ
ഉമ്മാനെ ഉണർത്തുന്നത് നന്നല്ലാന്ന് മനസ്സിലാക്കി വെള്ളം കൊണ്ട് ഉമ്മാൻ്റെ അരികിൽ നിന്നു. പാതിരാവത്തെ സമയം കഴിഞ്ഞപ്പോഴാണ് ഉമ്മ ഉണർന്നത്. ഉമ്മ ചോദിച്ചു, മകനെ നീ ഇതുവരെ ഉറങ്ങിയിട്ടില്ല? അതേ ഉമ്മ, ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാന്ന് കരുതി നിന്നതാണ്. ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ഓമന മകനെ നീ നന്നാക്കണമേ. ആരാണെന്ന് അറിയാമോ? യഹ്യ ബിൻ ഷറഫ് റളിയല്ലാഹു അൻഹു, ലോകപ്രസിദ്ധനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാൻ പോകുകയാണ്. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നബിയുടെ ഉപ്പാന്റെ പേർ അബ്ദുള്ള. നബിയുടെ ഉമ്മാന്റെ പേര് ആമിന ബീബി. നബി ജനിച്ചത് മക്കത്ത്, നബി വഫാത്തായ മദീനത്ത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ എന്നാണ് തോന്നുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുള്ള ഷഹദാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബീഉൽ അവ്വൽ 12 സുന്ദരമായ വേളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കേൾക്കട്ടെ. ആമീൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോയിരുന്നു. ആ സമയത്ത് ഒരു കരച്ചിൽ കേട്ടു. നബി തങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കി കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നടന്നു. അപ്പോൾ അതൊരു വേടൻ പുലിമാൻ കെട്ടിയിട്ടിരിക്കുന്നു. നബി തങ്ങളെ കണ്ടൊരു മാൻ കരച്ചിലിന് ശക്തി കൂട്ടി. അല്ലയോ ഞാൻ ഭക്ഷണം തേടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ വേട്ടൻ എന്നെ പിടികൂടിയത്. എന്നെ എന്ത് ചെയ്താലും വലിയ പരാതിയില്ല. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് അവസാനമായി മുടിയൂട്ടി ഞാൻ തിരിച്ചു വരാം. അവർ വിശന്ന് കരയുന്നില്ല. എന്നാൽ മാനിൻ്റെ സംസാരത്തിന് നബിതങ്ങൾക്ക് സങ്കടമായി. കുറച്ചു നേരം അതിനെ അയച്ചു വിടാമെന്ന്. പകരം ഞാൻ നിൽക്കാം. എന്നാൽ നബിതങ്ങളെ നിർബന്ധത്തിൽ വേട്ടൻ വാങ്ങി അതിനെ അയച്ചു വിട്ടു. അത് തൻ്റെ കുട്ടികളെടുത്ത് പോയി പാല കൊടുത്ത് തിരിച്ചു വന്നു. ഇത് കണ്ട വേട്ടൻ അത്ഭുതപ്പെട്ടുപോയി. നബിതങ്ങളെ തിരിച്ചറിയുകയും ഉടൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഇതിൽ നിന്നും വലിയൊരു പാഠം നാം ഉൾക്കൊള്ളേണ്ടതാണ്. എന്താണെന്നറിയാമോ? മൃഗങ്ങളെപ്പോഴും വാത്സല്യത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറണമെന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കൊച്ചു കഥ പറയാനാണ്. എന്റെ കഥയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ കൂട്ടുകാരെ? കാരുണ്യത്തിന്റെ പ്രവാചകൻ. മാഷാ അല്ലാഹ്. മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടു എന്നത് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് കൂട്ടുകാരെ. ഒരു ദിവസം മുത്തുനബി തായിഫ് എന്ന നാട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള കൂട്ടാളുകളും മുത്തുനബിയെ ഒരുപാട് കളിയാക്കുകയും ചീത്ത വിളിക്കുകയും അവസാനം ഒരു കല്ലെടുത്ത് എറിയുകയും ചെയ്തു. ആ കല്ല് പോയി കുഞ്ഞായ മുത്തുനബിയുടെ പാദത്തിൽ പതിഞ്ഞു. നന്നായി ചോര വരാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ മുത്തുനബി അവിടെയും ഇവിടെയും ഒക്കെയിരുന്നു. ഇത് കണ്ടു ജിബ്രീൽ അലൈഹിസ്സലാം വളരെ വ്യസനത്തോടെ വന്ന് പറഞ്ഞു, നബിയെ, ആ കാണുന്ന പാവയുണ്ടല്ലോ, അത് ഞാൻ ആളുകളുടെ മേൽ ഇട്ട് നശിപ്പിക്കട്ടെ. ഇത് കേട്ട് മുത്തുനബി പറഞ്ഞു, വേണ്ട ജിബ്രീൽ, അവർ അറിവില്ലാതെ ചെയ്തതല്ലേ. ഇത് കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്തൊരു കരുണയാണ് നബി. നോക്കൂ കൂട്ടുകാരെ, മുത്തുനബി തായ്ക്കാരോട് കാണിച്ച കരുണ നമുക്കും ഇതുപോലെ കരുണയുള്ളവരായി വളരണം. മുത്തുനബിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാവണം. മുത്തുനബിയുടെ പാദത്തിൽ പറ്റി നമുക്ക്
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു കൊച്ചു കഥ പറയുകയാണ്. കഥ എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ വാലിൽ മുളക് കുത്തിയ കഥയോ കുറുക്കൻ മുന്തിരിക്ക് ചാടിയ കഥയോ ഒന്നുമല്ല കേട്ടോ. പിന്നെന്ത് കഥയാണ്? നിങ്ങൾ കേട്ടോളൂ. പണ്ട് അഥവാ 400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുന്നാര നബി തങ്ങൾ ഒരു വഴിയൂട്ട് ഇങ്ങനെ നടന്നു പോവാട്ടാ. അപ്പോൾ അതാ ഒരു ഉമ്മാമ പടിയും കുത്തിപ്പിടിച്ച് പമ്മി നടന്നു വരുന്നത് നമ്മുടെ പുന്നാര നബി തങ്ങളുടെ കണ്ണിൽ പെട്ടത്. ഉമ്മാമ ഒറ്റക്കല്ല, തലയിൽ എന്തോ ചുമടുമുണ്ട്. പാവ ഉമ്മാമ നടക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ പുന്നാര നബിക്ക് സങ്കടമായി. നബി എന്ത് ചെയ്തെന്നല്ലേ? വേഗം ഉമ്മാമാന്റെ അടുത്ത് പോയി ചുമട് തലയിൽ വെച്ച് മാമാന്റെ കൂടെ നടക്കാൻ തുടങ്ങി. മാമാക്ക് അത്ഭുതം. ഈ കാലത്തുണ്ടോ ഇങ്ങനത്തെ നല്ല ചെറുപ്പക്കാർ? കുറെ ദൂരം നടന്നപ്പോൾ ഉമ്മാമാന്റെ വീടെത്തി. വീട്ടിൽ ചുമട് മുറുക്കി നമ്മുടെ പുന്നാരൻ നബി തങ്ങൾ പോരാനിറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, നീ വലിയ ഉപകാരമാണ് ചെയ്തത്. കൂലി തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലട്ടാ. അതുകൊണ്ട് എൻ്റെ വിസ്മിക്കരുതട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെ നല്ല കുട്ടികൾ സ്വീപ്പാക്കാൻ വേണ്ടി മുഹമ്മദ് ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ കെണിയിലൊന്ന് പെട്ടേറട്ടാ. ഇത് കേട്ട നമ്മുടെ പുന്നാര നബി തങ്ങൾ പുഞ്ചിരിച്ച് പറഞ്ഞു, ആ ഉമ്മാമ, ആ മുഹമ്മദ് ഞാൻ തന്നെയാണ്. ഞാൻ ആരെയും വഴിക്കേൽപ്പിച്ചിട്ടില്ല. പിന്നെയോ വഴി നേരാക്കുകയാണ് ചെയ്തത്. ഇത് കേട്ട് ഉമ്മാമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ക്ഷമിക്കണം. എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മോൻ ഇസ്ലാം മതം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഉമ്മാമ ഇസ്ലാം മതം സ്വീകരിച്ചു. കഥ എല്ലാവർക്കും ഇഷ്ടമായില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ബദർ രണഭൂമി ആയുധങ്ങളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. തയ്യാറാക്കുന്നു. സേന പറഞ്ഞ മുസ്ലിം സേനും അമുസ്ലിം സേനും പരസ്പരം പോരാട്ടം. മുസ്ലിം സേനയുടെ നേതാവാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി എന്ത് ചെയ്തെന്നോ? എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി അനിലുടെ സഫിഷ്യറ്റി. അപ്പോൾ അത് അനിലുടെ സഫിഷ്യക്കുന്ന സമയമെന്നത് എല്ലാവരും സഫിഷ്യന്. പക്ഷേ മാത്രം തപ്പത്തെത്തിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ആരാണത്? അപ്പോൾ കണ്ടത് നബി എന്ത് ചെയ്തെന്നോ? ഒരു വെടിയെടുത്ത സ്ഥലം ദൂരത്തിൽ ഒറ്റ തട്ട് അല്പം വേസ്റ്റ് സമയത്തോടെ പറഞ്ഞു, നബിയെ അംഗീകാരമല്ല ശിക്ഷിച്ചത്. അങ്ങനെ ദൂരത്തെത്തിയപ്പോൾ എന്നോടും വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ പൊട്ടപ്പെണ്ണങ്ങ് അങ്ങേ ഉയരത്തിൽ വൈത്തൊട്ടിച്ച് ഇനി പരിണാമം ചെയ്യും. എന്ത്? നബിയോട് കാണിച്ച സ്വഹാബികൾ വിളിക്കണ്ടായി. പക്ഷേ നമ്മുടെ നബി നിർദ്ദേശപ്പെടാതെ നമ്മുടെ നബി എന്ത് ചെയ്തെന്നോ? ഒരു പടിയെടുത്ത സവാലിന്റെ കൈകൾ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. സവാലുകൾ അപ്പോഴും പരാജയം തന്നെ. നബിയെ, അങ്ങനെ തട്ടിയപ്പോൾ എന്റെ പത്രമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എടുത്തൊന്നും പ്രസംഗിക്കണം. എന്ത്? നബിയെ
ആരംഭിക്കുന്നു. സ്വഹാബികളുടെ മുഖം ചുവന്നു തൊടുത്തു. കൂട്ടത്തിൽ കേവലായ അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു കൊടുത്തു. അദ്ദേഹത്തിന്റെ കൈകൾ വാളിലേക്ക് കുജി. അപ്പൊ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്തൊന്നും വന്നിരിക്കും. അപ്പൊ പറഞ്ഞു, നാദാ, ഞാൻ എന്തൊരു പാപിയാണ്, നബിയോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് തോന്നിയല്ലോ എന്ന് പറഞ്ഞുള്ള നബിയെ കെട്ടിപ്പിടിച്ച് ചെമ്പരത്തോഷം തരും. ഇതും കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഫ, എന്താണിത്, എന്താണ് ഈ കഴിക്കുന്നത്? നബിയെ, അങ്ങേ ചുംബിക്കാനോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഞങ്ങൾക്ക് അവസരം കിട്ടില്ല, അതുകൊണ്ട് ചെയ്താൽ നബിയെ എന്നോട് കൊടുക്കണം. വേണ്ടി പ്രാർത്ഥിച്ചു. ഇതും കൊണ്ട് സ്വഹാബികൾ ശാന്തമായി. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബികൾ എത്രമാത്രം നബിയെ സ്നേഹിക്കുന്നു, അതുപോലെ നമുക്ക് നമ്മുടെ മുത്തനെ സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചയുടെ വീട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.